വെൽക്കം ടു ആർട്സോണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ ഏതൊക്കെ വാർണിഷാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 വാർണിഷാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ക്ലിയർ സിന്തറ്റിക് വാർണിഷ്. അപ്പോൾ ഇത് വരുന്നത് 500 ml ആണ്. ഇത് 148 രൂപയാണ് എമൗണ്ട് വരുന്നത്. ഇത് പെയിൻറ് കടയിലൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത ഞാൻ ഉപയോഗിക്കുന്ന വാർണിഷ് വരുന്നത് ഡെക്കർ വാർണിഷാണ്. ഗ്ലോസ് 100 ml ആണ് ഇത് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 250 രൂപയാണ്. ഇത് ഞാൻ ഓൺലൈനിൽ ഓഫറുള്ള സമയത്ത് വാങ്ങിയതാണ്. 210 രൂപയ്ക്കാണ് എനിക്കിത് കിട്ടിയത്. അപ്പോൾ ഈ 2 വാർണിഷാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. അതിൽ ഡെക്കർ വാർണിഷ് എങ്ങനെയാണ് ഉപയോഗിക്കാമെന്ന് നോക്കാം. അപ്പോൾ ഡെക്കർ വാർണിഷ് ഉപയോഗിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിതാ ചെറിയൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്, പ്ലാസ്റ്റിക് ബോട്ടിൽ. അതിൽ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടപ്പുള്ള ബോട്ടിൽ എടുക്കുന്നതാണ് നല്ലത്, കാരണം ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ഉപയോഗിക്കാം. അതിനുവേണ്ടി ഞാനൊരു പരന്ന ബ്രഷാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ബോട്ടിൽ വാർണിഷ് അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ ചെയ്ത ബുദ്ധ ഫേസ് ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഇതിൽ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു വാർണിഷ് വളരെ സോഫ്റ്റ് ആണ് കേട്ടോ. കാരണം ഞാനിത് ചെയ്യുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല വെള്ളം പോലുള്ള വാർണിഷാണ്. അതുകൊണ്ട് തന്നെ ഉപയോഗിക്കാനും നല്ല എളുപ്പമാണ്. കൂടാതെ ഇത് വളരെ പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വാർണിഷാണിത്. ഇത് ഞാൻ ഇപ്പോൾ വാർണിഷ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഫൈനൽ ലുക്കാണ് നിങ്ങൾ കാണുന്നത്. ആ ഒരു ഗ്ലോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പെയിൻറ് ഇളകിയിട്ടൊന്നുമില്ല, നല്ലൊരു ഫിനിഷിങ് കിട്ടിയിട്ടുണ്ട്. ഈ വാർണിഷ് കാണാൻ വൈറ്റ് കളർ ആയതിനാൽ ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത ഭാഗത്ത് വൈറ്റ് ഷെയ്ഡ് അടിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പം ഞാനിത് ഈ ബോട്ടിലിന് കംപ്ലീറ്റ് വാർണിഷ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വൈറ്റ് ഷെയ്ഡും വന്നിട്ടില്ല. ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ ബോട്ടിൽ ആർട്ടിൻ്റെയും വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. കാണാൻ താല്പര്യമുള്ളവരെ ഒന്ന് കണ്ടു നോക്കുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. തെയ്യം ഫേസ് ഞാൻ അപ്ലോഡ് ചെയ്ത ബോട്ടിൽ ആർട്ട് അല്ല ഇത്, അത് സെയിലായിട്ടുണ്ടായി. അതിനുശേഷം ഞാൻ ചെയ്ത വർക്കാണിത്. അപ്പോൾ ഇതിനോട് ഒന്ന് വാർണിഷ് അപ്ലൈ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നല്ലൊരു ഫിനിഷിങ് കിട്ടിയിട്ടുണ്ട്. വൈറ്റ് കളർ അപ്ലൈ ചെയ്ത ഭാഗം അതുപോലെ തന്നെ ഉണ്ട്, ഒട്ടും യെലോയിഷ് അടിക്കുന്നില്ല. ഇനി നമുക്ക് ക്ലിയർ സിന്തറ്റിക് വാർണിഷ് എങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്യാന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നേരത്തെ ഉപയോഗിച്ച സെയിം ബ്രഷാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ പലർക്കും ഉള്ളൊരു ഡൗട്ടാണ് വാർണിഷ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബ്രഷ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യാന്നുള്ളത്. ഞാൻ ഈ വീഡിയോയിൽ ബ്രഷ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യാന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇതാ സിന്തറ്റിക് ക്ലിയർ വാർണിഷ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് പുതിയതാണ് കേട്ടോ. ഈ ഒരു വാർണിഷ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ലൊരു യെല്ലോ കളറാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ലൈറ്റ് കളർ അപ്ലൈ ചെയ്ത ഭാഗത്തൊക്കെ നന്നായിട്ട് യെല്ലോയിഷ് അടിക്കുന്നുണ്ട്. ഈ ഒരു വാർണിഷ് ഞാൻ ക്ലേ വർക്കിനും അതുപോലെ തന്നെ ഡാർക്ക് കളർ അപ്ലൈ ചെയ്ത വർക്കിനുമാണ് ഉപയോഗിക്കുന്നത്. അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു വാർണിഷാണിത്. അതുകൊണ്ട് തന്നെ ബോട്ടിലിനൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു തിക്നെസ് ഫീൽ ചെയ്യും. ഡെക്കർ വാർണിഷിനേക്കാളും നല്ലൊരു ഗ്ലോ തരുന്നുണ്ട് ഇത്. ഞാനിത് അപ്ലൈ ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ ഗ്ലോയും തിക്നെസ്സും മനസ്സിലാകും. അപ്പോൾ വാർണിഷ് അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ ആകുന്ന രീതിയിൽ അപ്ലൈ ചെയ്യുക. വാർണിഷ് ഒലിച്ചിറങ്ങി വരാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ക്ലേ വർക്കിൻ്റെ ഇടയിലൊക്കെ വാർണിഷ് കൂടി നിൽക്കാത്ത രീതിയിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ എല്ലാ ഭാഗത്തും വാർണിഷ് അപ്ലൈ ചെയ്ത് ഉണങ്ങിയതിന് ശേഷം ബോട്ടിലെ താഴ്ഭാഗത്തും വാർണിഷ് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കണം. നമ്മളൊരു വർക്ക് സെയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഒട്ടും കുറയാതെ തന്നെ ചെയ്യാൻ ശ്രമിക്കണം. ഈ ഒരു ബോട്ടിലിലെ മാക്സിമം എല്ലാ ഭാഗത്തും ഞാൻ വാർണിഷ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണങ്ങുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ വാർണിഷ് നന്നായി ഉണങ്ങിയിട്ടുണ്ട്. എല്ലാ ഭാഗവും നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ തുടങ്ങിയ ആ ഒരു ടൈമിൽ ചെയ്ത ഒരു വർക്കാണ്. അപ്പോൾ ഇതിന് ഞാൻ ഈ ഒരു വാർണിഷാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഫുള്ളി യെല്ലോയിഷ് അടിച്ചിട്ടുണ്ട്. വൈറ്റ് സർഫേസിന് ഈ ഒരു വാർണിഷ് ഒട്ടും സ്യൂട്ടബിൾ അല്ല കേട്ടോ. ഉപയോഗിച്ച് കഴിഞ്ഞാൽ നന്നായി അടച്ചു വെക്കണം, ഇല്ലെങ്കിൽ ഇത് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് വാർണിഷ് അടിക്കാൻ ഉപയോഗിച്ച ബ്രഷ് ക്ലീൻ ചെയ്യാം. ഈ ബ്രഷ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് നന്നായിട്ട് കട്ടിയായിട്ടുണ്ട്, ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തിന്നറാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ബോട്ടിലിന് 500 ml ബോട്ടിലാണ് വരുന്നത്. 124 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ ഇത് ഈ ഒരു ബോട്ടിൽ വാങ്ങിയാൽ നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ തിന്നർ ഞാൻ ഇതുപോലുള്ളൊരു പ്ലാസ്റ്റിക് ബോട്ടിലിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രഷിൻ്റെ ഭാഗം മുങ്ങി നിൽക്കാൻ പറ്റുന്ന അത്രയും തിന്നർ എടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു നല്ലൊരു കോട്ടൺ തുണിയിൽ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക. അപ്പോൾ വെള്ളം ഉപയോഗിച്ച് കഴുകാൻ പാടില്ല, ഇതുപോലെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക. കണ്ടില്ലേ, നമ്മുടെ ബ്രഷ് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.